എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെർച്വൽ ടീം ബിൽഡിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ വിജയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ ഒരു ടീം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ ടീം എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, പല ഓർഗനൈസേഷനിലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ വെർച്വലി ഇരുന്ന് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. വർക്ക് ഫ്രം ഹോം പോലുള്ള കാര്യങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിപ്പോൾ ഇന്ന് ഈ കോവിഡിൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ മുന്നോട്ടും പല സാഹചര്യങ്ങളാൽ ഇത്തരം ആവശ്യങ്ങൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ സമയത്തും എങ്ങനെ നമുക്ക് ഈ ടീമിനെ ഒത്തൊരുമിപ്പിച്ച് നിർത്താം, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാം. അപ്പോൾ വെർച്വലി ആയതുകൊണ്ട് ഫിസിക്കലി ഉള്ള ആ ഫീല് കിട്ടുന്നില്ല, ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ളതാണ് പലരും പറയുന്നത്. എന്നാൽ ഇതിനുള്ള ചില മനോഹരമായ മാർഗ്ഗങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു 12 വെർച്വൽ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് റിമോട്ട്ലി ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഒരു നല്ല പ്രൊഡക്ടിവിറ്റി തരാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വെർച്വൽ ടീം മീറ്റിംഗ്സാണ്. വെർച്വൽ ടീം മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർഗനൈസേഷനുകളിൽ രാവിലെ സ്റ്റാൻഡിംഗ് മീറ്റിംഗ് നടത്താറുണ്ട്, വീക്ക്ലി മീറ്റിങ്ങുകൾ, അല്ലെങ്കിൽ HOD മീറ്റിംഗ്, മന്ത്ലി മീറ്റിംഗ്, പല മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. ഈ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വെർച്വലി ആണെങ്കിലും കണ്ടക്ട് ചെയ്യണം. ഇൻ്റർനെറ്റിലൂടെയും ഈ മീറ്റിങ്ങുകളെല്ലാം ഇന്ന് സാധ്യമാണല്ലോ. അതിനുള്ള ധാരാളം ടൂൾസും മെത്തേഡ്സും ഫ്രെയിം വർക്കുകളും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഒരു അജണ്ട മിനിറ്റ്സ് ബേസ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. വ്യക്തമായൊരു അജണ്ടയെ ബേസ് ചെയ്ത് നമ്മളൊരു ഓരോ പെർട്ടിക്കുലർ ഡ്യൂറേഷനിലും അത്തരം മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, വർക്കിൻ്റെ ബ്രീഫിങ് ചെയ്യുക. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ആളുകളൊക്കെ അല്പം ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു എമ്പത്തിക്കലായിട്ടുള്ള തിങ്കിങ് ഉണ്ടായിട്ട് എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ചിന്തിക്കുകയും അവരുടെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ അല്പം അവരെ ഒന്ന് ഇമോഷണലി സ്ട്രോങ് ആക്കാൻ പറ്റിയ കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അതിൽ കൊണ്ടുവരിക. ചില സ്ഥാപനങ്ങളൊക്കെ എനിക്കറിയാം, അല്പം മെഡിറ്റേഷനൊക്കെ ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വെർച്വൽ ടീം മീറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തൊക്കെ ഏരിയയിൽ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അവരുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് വെർച്വൽ ടീം മീറ്റിംഗ്സുകൾ നടത്തുക. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെലിബ്രേറ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പനി ഇവൻറ്റ്സ് ആൻഡ് മൈൽസ്റ്റോൺസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റുകളോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ ക്ലയൻറ്റിനെ കിട്ടി, ഒരു ബിഗ് ഡീല് നടന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ ആളുകളോടും മേ ബി ഒരു വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് അത്തരം കമ്മ്യൂണിക്കേഷൻസൊക്കെ എപ്പോഴും ലൈവായിട്ട് നിർത്തുക. അതുപോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ വാർഷികമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റിയോ മുമ്പ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസോ ഇതിനെല്ലാം ഒന്ന് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മാക്സിമം സെലിബ്രേറ്റീവ് മോഡിൽ കൊണ്ടുപോകാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. തേർഡ് വൺ ഈസ് വെർച്വൽ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ. ഏത് സ്ഥാപനത്തിലും അതിൻ്റെ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് റിവാർഡ്സും റെക്കഗ്നീഷനും ഒക്കെ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അവരെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുക, അവരെ റിവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുക എന്നൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെർച്വലി ആണെങ്കിലും സാധ്യമാണ്. കാരണം നല്ല രീതിയിൽ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ്, അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ ചിലപ്പോൾ നല്ലൊരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ പെർഫോമൻസിന് അല്ലെങ്കിൽ സ്റ്റാർ പെർഫോമർ അവാർഡ് കൊടുത്ത് അത്തരം കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുക. നമ്മുടെ ഓർഗനൈസേഷനും ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലോ ഒക്കെ തീർച്ചയായിട്ടും അത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അവർക്ക് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുതൽ കൂട്ടിക്കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും. നാലാമത്തെ കാര്യം റിമോട്ട് സ്റ്റോറി ടെല്ലിംഗ് വർക്ക്ഷോപ്പ് ആൻഡ് ട്രെയിനിങ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് വർക്ക്ഷോപ്പ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി, അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ അവരുടെ എഫേർട്ടുകളെ പറ്റിയൊക്കെയുള്ള ട്രെയിനിങ് സെഷനുകൾ, ഇൻട്രാക്റ്റീവ് സെഷനുകൾ, അതുപോലെ തന്നെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ സെഷൻസ്. ഇന്നിപ്പോൾ ധാരാളം ട്രെയിനേഴ്സിനെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഓർഗനൈസേഷന് എന്താണോ നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടത്, മേ ബി അത് ഇൻസൈഡ് സെയിൽസ് സ്ട്രാറ്റജീസ് ആയിരിക്കും, ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടൂൾസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും. അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് അവരെ ലൈവ് ആക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം ടെക്സ്റ്റ് മെസ്സേജ് ഫോർ എൻഗേജ്മെൻ്റ് ആണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഇടേണ്ടത് ഒരു കണ്ടിന്യൂസ് എഫേർട്ട് മാത്രമാണ്. എല്ലാ ദിവസവും ആളുകളിലേക്ക് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഒരു മൊബൈൽ റിലേറ്റഡ് അല്ലെങ്കിൽ മൊബൈൽ ഫ്രണ്ട്ലി അപ്രോച്ച്. കാരണം എല്ലാവരും തന്നെ ഇന്നിതിൽ എൻഗേജ്ഡ് ആണല്ലോ. കാരണം വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ലൈവായിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി ഗ്രീറ്റിംഗ് ഒന്ന് അയക്കുക, ചില ടിപ്സുകൾ അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിലൊക്കെ ഡെയിലി ഒന്ന് അവർ ഓക്കെ ആണല്ലോ അല്ലേ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യുക. അത്തരത്തിലുള്ള എൻഗേജ്മെൻറ്റ് മേക്ക് ഷുവർ ചെയ്യുക.
ആറാമത്തെ കാര്യം കോഫി സെഷൻസ് ആൻഡ് വെർച്വൽ കോഫി ബ്രേക്സ് ആണ്. എന്താണ് ഈ കോഫി സെഷൻ എന്ന് പറയുമ്പോൾ? നമ്മളറിയാം ഇന്ന് കൂടുതൽ സ്ക്രീൻ ടൈമാണ്, എല്ലാവർക്കും ഒരുപാട് സമയം സിസ്റ്റത്തിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ബൂസ്റ്റർ ആക്ടിവിറ്റിയാണ് ഇടയ്ക്കൊരു കോഫി ബ്രേക്കൊക്കെ. അപ്പോൾ ആ കോഫി ബ്രേക്കിന് തന്നെ പല ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യം, എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ആക്ടിവിറ്റീസ് ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് കാർഡൊക്കെ ആയിട്ട് ചില ബ്രാൻഡഡ് ആയിട്ടുള്ള കോഫി ഔട്ട്ലെറ്റുകളുടെ ചില കൂപ്പൺസൊക്കെ അയച്ചു കൊടുക്കും. അവർക്ക് ഓൺലൈനായിട്ട് ആ കോഫി വരുത്താം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചെറിയ രീതിയിലൊക്കെ പുറത്ത് പോകാൻ പറ്റുമ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരാം. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില ഗിഫ്റ്റ് കൂപ്പൺസ് ഇതുപോലെ കൊടുത്തുകൊണ്ട് ആ കോഫി ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് ഈ കോഫി കഴിക്കുമ്പോഴാണെങ്കിലും ചില സമയങ്ങളിൽ ഓൺലൈനിൽ നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ചില പേഴ്സണൽ ഹോബീസിനെ പറ്റിയുള്ള ഡിസ്കഷൻസും എംപ്ലോയി ഗ്രൂപ്പ്സിൻ്റെ ഇടയിലുള്ള ഡിസ്കഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ എന്തായാലും കോഫി സെഷൻസ് ആൻഡ് വെർച്വൽ കോഫി ബ്രേക്സ് എന്നുള്ളതായിരുന്നു ആറാമത്തെ പോയിൻറ്റ്. ഏഴാമത്തെ കാര്യം ഒരു ജോയിൻറ്റ് കലണ്ടറാണ്. ജോയിൻറ്റ് കലണ്ടർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ എംപ്ലോയീസിനെ ഒന്ന് ട്രാക്ക് ചെയ്ത് അവരുടെ മീറ്റിംഗ്സും വർക്കിൻ്റെ ഡെഡ് ലൈനും എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നതിന് ഒരു കലണ്ടർ സെറ്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഗൂഗിൾ കലണ്ടറോ അല്ലെങ്കിൽ ഇന്ന് പല കൊളാബറേറ്റീവ് ടൂൾസുകളുണ്ട്, ഗൂഗിൾ ജാം ബോർഡ് പോലെ പല സംഭവങ്ങളും നമുക്ക് യൂസ് ചെയ്യാവുന്നതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വർക്കിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ, ഓരോരുത്തരുടെയും പെർഫോമൻസ് എങ്ങനെയായി നിൽക്കുന്നു അത് മോണിറ്റർ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഡേകൾ, ബർത്ത്ഡേകൾ, ആനിവേഴ്സറികൾ ഇതെല്ലാം ഗ്രൂപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ഈ കലണ്ടർ സെറ്റ് ചെയ്യാം. അപ്പോൾ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സോ പേഴ്സണലായിട്ട് വരുന്ന ഇവൻറ്റ്സുകളോ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഈ കലണ്ടർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇന്നിപ്പോൾ പലതരത്തിലുള്ള വെബിനാറുകളും ട്രെയിനിങ്ങുകളും ഒക്കെ നടക്കുന്നതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയാൽ നമുക്ക് ഈ കലണ്ടറിൽ അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എട്ടാമത്തെ കാര്യം ടീം ഹെൽത്ത് ചലഞ്ചസ് ആണ്. ഇന്നിപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആളുകളുടെ ഒരു ഹെൽത്ത് കണ്ടീഷനിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടായിട്ട് പലരും ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിരുന്ന ആളുകൾ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പക്ഷേ ഒരു ടീം ഹെൽത്ത് ചലഞ്ചൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 20 to 30 മിനിറ്റ്സ് ഡെയിലി റൂട്ടീനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരുമിച്ച് എക്സസൈസ് ചെയ്യണോ, ഇത്ര കലോറി ബേൺ ചെയ്തു, ചിലർ സൈക്ലിങ്ങിന് പോയ വിവരമായിരിക്കും. ഈ ഹെൽത്ത് ചലഞ്ചസ് നമ്മൾ വെർച്വലി തന്നെ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ വിവരങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണ സിസ്റ്റം, അത് കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പല സ്ഥാപനങ്ങളും ഭംഗിയായി ചെയ്യുന്നൊരു കാര്യമാണ്. ഒമ്പതാമത് സെൻഡ് ഡെയിലി സ്നാപ്ഷോട്ട്സ്. എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു സമ്മറി, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നാണെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഡെയിലി സ്നാപ്ഷോട്ട് അയക്കുന്ന രീതി. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ അച്ചീവ് ചെയ്ത എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നോൺ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും. എന്നാലും ഒരു ഡെയിലി സ്നാപ്ഷോട്ട് ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യും. പത്താമത്തെ കാര്യം പേഴ്സണൽ ഫാക്ട്സ് ഗസ്സിങ് ഗെയിം. പേഴ്സണൽ ഫാക്ട്സ് ഗസ്സിങ് ഗെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും ആളുകളെ കൂടുതൽ അടുത്തറിയാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചുള്ള പേഴ്സണൽ ഫാക്റ്റുകൾ, മേ ബി അവർ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ചില പേഴ്സണൽ ഹോബീസോ അവരുടെ ചില സ്കില്ലുകളോ ടാലൻറ്റോ അവർക്ക് മുമ്പ് കിട്ടിയ പല അംഗീകാരങ്ങളോ അറിയാത്തവരുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് എടുത്തു കൊണ്ടുവരിക. ചിലപ്പോൾ ചിലരുടെ ബർത്ത്ഡേയുടെ സമയത്ത് അവരുടെ കുഞ്ഞുനാളിലുള്ള ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സൊക്കെ ആയിരിക്കും. ഈ വിവരങ്ങളൊക്കെ കൊണ്ടുവന്ന് ആളുകളെ കൂടുതൽ അവരുടെ പേഴ്സണൽ ഫാക്റ്റുകൾ, ഇത് ആരാണെന്ന് അറിയാമോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട് അത് ആരാണെന്നറിയാമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ആളുകളെ കൂടുതൽ ഒന്നും കൂടെ ജനകീയമാക്കുക അല്ലെങ്കിൽ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടുതൽ കൂട്ടാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ദെൻ 11th വൺ ഈസ് ബക്കറ്റ് ലിസ്റ്റാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പേഴ്സണൽ ഗോൾസൊക്കെ ഉണ്ടാവും. ഒരാഴ്ചയിൽ ഒരു എംപ്ലോയിനെ പിക്ക് ചെയ്തിട്ട് അയാളുടെ ബക്കറ്റ് ലിസ്റ്റ് ടീമിലുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി. കാരണം അവരെന്താണ് ജീവിതത്തിൽ ആവാൻ ആഗ്രഹിക്കുന്നത്, എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു, അവർ എന്ത് തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ്, അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണ്, അവരുടെ സ്കിൽസ് എന്താണ്, അവരുടെ ലൈഫ് ഗോൾസ് എന്താണ്, ഈ കാര്യങ്ങളെയൊക്കെ ഓരോ ആഴ്ചയിലും ഒരു മെമ്പറിനെ വെച്ച് ഷെയർ ചെയ്യുന്ന രീതിയാണ് ബക്കറ്റ് ലിസ്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സിമുലേറ്റഡ് പ്രോബ്ലം. സിമുലേറ്റഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ ചില ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ചലഞ്ചസിന് ഇപ്പോഴും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓരോ ചലഞ്ചിനെ നമ്മളൊരു കോമൺ ടോപ്പിക്കായിട്ട് ഇടുന്നു. ഇങ്ങനൊരു വിഷയമുണ്ട്, ഇതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് സൊല്യൂഷനാണ് അല്ലെങ്കിൽ എന്ത് ഫ്രെയിം വർക്കാണ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് വളരെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും. ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കാണണം, ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കണം, എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഫീഡ്ബാക്ക് കൊണ്ടുവരുന്നു, അതിനെ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഏറ്റവും മികച്ച ആശയങ്ങൾ കൊണ്ടുവരുന്നവരെ നേരത്തെ പറഞ്ഞ പോലെ റിവാർഡ് ചെയ്യുകയും ചെയ്യാം, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 12 കാര്യങ്ങളും ശരിക്കും വളരെ സിമ്പിളായിട്ടൊരു ഓർഗനൈസേഷനിൽ നടത്താവുന്ന കാര്യമാണ്. പക്ഷേ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു ലീഡർ ഉണ്ടാവണം. ദർ ഷുഡ് ബി എ ലീഡർ ഓർ എൻ HR മെമ്പർ. ഈ ഒരു കാര്യത്തിന് ഓരോരുത്തർക്കുള്ള റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യാൻ ഇത് പ്രോപ്പറായി ഫോളോ അപ്പ് ചെയ്ത് പോകാനും ഉണ്ടാവണം. അതുപോലെ തന്നെ ക്ലിയർ കട്ട് ടൈം ലിമിറ്റ് ഉണ്ടാവണം. വെർച്വലി ആണ് നടക്കുന്നതെങ്കിലും അതിനും ഒരു ടൈം ലിമിറ്റും കാര്യങ്ങളും വെച്ച് വേണം
പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. ദെൻ കൊളാബറേഷൻ ടൂൾസുകൾ, നമുക്ക് പല ആക്ടിവിറ്റീസും കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ലൈക്ക് വാട്സാപ്പ് മെസ്സഞ്ചർ ആയിരിക്കാം, വീഡിയോ കോൺഫറൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക്കലി തന്നെ ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യാനും സ്ക്രീൻ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ടൂളുകൾ യൂസ് ചെയ്യണം. അതുപോലെ സൂം, സ്കൈപ്പ്, ഗൂഗിൾ മീറ്റ്, വെബെക്സ് പോലെയുള്ള ടൂളുകളൊക്കെ ലൈവായിട്ട് തന്നെ പ്രവർത്തിക്കാവുന്ന ഒരു സെറ്റപ്പ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ 12 കാര്യങ്ങളാണ് വെർച്വൽ ടീം ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞത്. വെർച്വൽ ടീം മീറ്റിംഗ്സ് വിത്ത് പ്രോപ്പർ അജൻഡ ആൻഡ് മിനിറ്റ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനിയുടെ ഇവൻറ്റ്സും മൈൽസ്റ്റോൺസും സെലിബ്രേറ്റ് ചെയ്യുക, വെർച്വൽ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് വർക്ക്ഷോപ്പ്, ട്രെയിനിങ് റിമോട്ട്ലി തന്നെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ടെക്സ്റ്റ് മെസ്സേജ് ഫോർ എൻഗേജ്മെൻ്റ് ആയിരുന്നു 5ാമത്തെ കാര്യം. 6ാമത് കോഫി സെഷൻസും വെർച്വൽ കോഫി ബ്രേക്സും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. 7 ജോയിൻ കലണ്ടർ, ആ കലണ്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. 8 ടീം ഹെൽത്ത് ചലഞ്ചസ്. 9 സെൻഡ് ഡെയിലി സ്നാപ്ഷോട്ട്സ്. 10ാമത് പേഴ്സണൽ ഫാക്ട്സ് ഗസ്സിങ് ഗെയിം. 11 ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക, ഒരാളെ പ്രൊമോട്ട് ചെയ്ത് വീക്കിലി അവരുടെ ഡീറ്റെയിൽ കൊണ്ടുവരിക. 12 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമുലേറ്റഡ് പ്രോബ്ലം, ഓർഗനൈസേഷനിലുള്ള പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻസും ഫ്രെയിം വർക്കും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ 12 കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ പല കാര്യങ്ങളും പല സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ട്, മറ്റു പലതും ചിലപ്പോൾ പുതിയ ഇൻഫർമേഷൻസ് ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും വെർച്വലി ടീമിനെ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.